ഞാൻ ഇന്ന് പഴവും മുട്ടയും ഉപയോഗിച്ച് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു സ്പൂണ് പഞ്ചസാരയും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നീട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. വളരെ നേരിയതായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മുറിച്ചെടുത്ത ആ പഴം ഇതിലിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം അതിൻ്റെ മേതേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ കോഴിമുട്ട ഒഴിക്കാം. അല്പസമയം മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മീതേക്ക് നമുക്കതിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ 2 സൈഡും വെന്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയായ ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.